35 വർഷത്തെ നാടിന്റെ ചരിത്രവും പേറി കുഞ്ഞിരാമേട്ടന്റെ യാത്ര തുടരുന്നു. സ്വന്തം ജീവിതത്തിന്റെ ഏടുകൾ കുറിച്ചുവെക്കുന്നവർക്ക് മാതൃകയാവുകയാണ് കുഞ്ഞിരാമേട്ടന്റെ ഡയറി കുറിപ്പുകൾ. കൊയിലൂർ സ്വദേശിയായ വി കുഞ്ഞിരാമൻ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തനാവുകയാണ് തന്റെ 35 വർഷത്തെ ചരിത്ര ഡയറികളുമായി. ഇത് കുഞ്ഞിരാമേട്ടൻ. നാട്ടുകാരുടെ നോട്ടം ഇദ്ദേഹത്തിന്റെ മീശയിലെത്തുമ്പോൾ അവർ അറിയാതെ സ്നേഹത്തോടെ വിളിക്കും മീശ കുഞ്ഞിരാമേട്ട എന്ന്. പണിക്കണക്ക് എഴുതാൻ തുടങ്ങി ഒടുവിൽ നാടിന്റെ ചരിത്രമായി മാറുകയാണ് ഇദ്ദേഹം എഴുതിയ തന്റെ ഡയറികൾ. അങ്ങനെ കൊയിലൂർ പ്രദേശവാസികൾക്ക് സുപരിചിതനും. യുവത്വത്തിൽ എന്നും എഴുതി തുടങ്ങിയ പണിക്കണക്കുകൾ പിന്നീടെപ്പോഴോ നാട്ടുകാര്യങ്ങളിലേക്ക് വഴിമാറുകയായിരുന്നു. അതുവഴി നാട്ടിലെ ജനന മരണ വിവാഹ കണക്കുകൾ കുഞ്ഞിരാമേട്ടന്റെ ഡയറികൾ സ്വന്തമാക്കി. 1979 മുതലുള്ള നാട്ടിലെ പ്രധാന സംഭവങ്ങളും മറ്റുമാണ് ഈ ഡയറികളിൽ എഴുതുന്നത്. ഞാനിത് 1979 തൊട്ടിട്ട് എഴുതാൻ തുടങ്ങിയതാണ്. അത് പിന്നെ അതിൽ ശീലമായി മാറി. അതിപ്പം ഇന്നും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് വലിയ കാര്യങ്ങളുണ്ട്. പല ആവശ്യങ്ങളും, പല മരണങ്ങൾ, മരിച്ചതിൻ്റെ വിവരം, പ്രസവിച്ചതിൻ്റെത്, ഇങ്ങനെയൊക്കെ നാട്ടുകാർക്ക് വളരെ ഉപകാരമായിട്ടുണ്ട്. പിന്നെ എൻ്റെ ദൈനംദിന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ്, ഓരോ മന്ത്രിസഭേൻ്റെത്, ചെറിയ മന്ത്രിമാരുടെ നേതാക്കന്മാരുടെ മരണം, ഇങ്ങനെ എന്ത് വേണ്ട എല്ലാ കാര്യങ്ങളും, നാട്ടിലെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നാട്ടിലെ പൊതുകാര്യങ്ങളും ഞാൻ എഴുതൽ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം ഇത്രയും വർഷമായി. 1973 ഇദ്ദേഹം ഡയറി എഴുതാൻ തുടങ്ങിയതെങ്കിലും കാലത്തിന്റെ ചിതലുകൾ അരിച്ചുപോയിരുന്നു 6 വർഷത്തെ ചരിത്രങ്ങൾ. നാട്ടിൽ നടക്കുന്ന പ്രധാന സംഭവങ്ങൾ, കല്യാണം, ജനനം, മരണം, അങ്ങനെ മറ്റുള്ളവർ തള്ളിക്കളയുന്ന വിവരങ്ങൾ വരെ ഇദ്ദേഹം ഓർമ്മിച്ചെഴുതും. പിന്നെയുമുണ്ട് ഡയറികളിലെ അത്ഭുതം. നാട്ടിൽ ആൺകുട്ടികൾ മാത്രമുള്ള വീട്, പെൺകുട്ടികൾ മാത്രമുള്ള വീട്, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഇങ്ങനെയുള്ള പ്രത്യേകതകളുമുണ്ട് ഈ ചരിത്ര ഡയറികൾക്ക്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ജനനമരണ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ ജനനത്തീയതിയും മരണത്തീയതിയും ഒക്കെ ചോദിക്കുമ്പോൾ തലചൊറിഞ്ഞു നിൽക്കുന്നവരുടെ മനസ്സിൽ ലഡുപൊട്ടും കുഞ്ഞിരാമേട്ടന്റെ ഡയറിയെ ഓർത്തു. അങ്ങനെ ഇദ്ദേഹത്തെ തേടിയെത്തുന്ന ഫോൺ കോളുകളും ധാരാളം. തന്നെയായി. ഇപ്പം 10-25 വർഷം മുമ്പ് ജനിച്ച കുട്ടികളെ ഇപ്പം വിവാഹ സമയത്ത് വരുമ്പോഴാണ് ആ കുട്ടികൾക്ക് വയസ്സെത്രയാ, അതിന്റെ നക്ഷത്രം എത്രയാ, ആ ഡേറ്റ് കിട്ടാൻ വേണ്ടി വരുന്നുണ്ട്. എത്രയോ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മരണം, 10-25 കൊല്ലം മരിച്ച അച്ഛനോ അമ്മയോ മരിച്ചാൽ അവർക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് ഇപ്പം വരുവാന്ന് എൻ്റെ അടുത്ത് ഓടി വരിക. അപ്പോൾ ഏകദേശം വർഷം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എടുത്തു കൊടുക്കും. അല്ലാണ്ട് ഞാൻ 1-2 ദിവസം നിന്നിട്ട് പരിധി എഴുതി കൊടുത്താൽ അതിൽ ഇംഗ്ലീഷ്, മലയാളം, കൊല്ലം, തീയതി, ആഴ്ച വരെ സമയം എഴുതി കൊടുത്തിട്ട് ഉണ്ട്. ഇതൊക്കെ വളരെ ഉപകാരമായിട്ടുണ്ട്. ചില സമയം കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്ന് ഒരു സംശയം വന്നിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിന്. ഒരാൾ പോയത് കൃത്യ സമയം ഞാൻ പറഞ്ഞു കൊടുത്തു, ദിവസവും സമയം പറഞ്ഞു കൊടുത്തിന്. അവിടെ പിന്നെ എൻ്റെ അടുത്ത് തെറ്റാനില്ല, ഞാൻ അന്നൊന്നും എഴുതുന്നതാണല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട് നാട്ടുകാർക്ക്. അതുകൊണ്ട് ഉപകാരമുണ്ട്. എനിക്കതൊരു ചാരിതാർത്ഥ്യവും രണ്ടും കൂടിയാണുള്ളത്. ഡയറി എന്ന് നോക്കിയാൽ ഞാൻ എൻ്റെ അടുത്ത് ഒരു 3 കൊല്ലത്തെ 4 കൊല്ലത്തെ ഡയറി പോക്കറ്റ് ഉണ്ടാവും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് കഴിഞ്ഞെല്ലാം എന്താ സംഭവിച്ചതെന്ന് സംശയം വരുമ്പം ഇതെടുത്ത് നോക്കും, പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണുള്ളത്. പിന്നെയുമുണ്ട് ഈ കൊച്ചു ഡയറികൾക്ക് പറയാൻ. ഒരു CBI ഡയറി കുറിപ്പ് പോലെ കുഞ്ഞിരാമേട്ടന്റെ ഡയറിയിലുമുണ്ട് ചില കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ. 1981 പ്രമാദമായ റംല വധക്കേസിന്റെ സംഭവങ്ങളും അന്നത്തെ പത്രക്കുറിപ്പും ഇന്നും ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. നാട്ടിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന അപകടങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. 1991 പെരുമ്പറമ്പ് തോണി അപകടം, പെരുമണ്ണ് വാഹനാപകടം, അങ്ങനെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ തന്റെ പോക്കറ്റിലിടാൻ കഴിയുന്ന ചെറിയ ഡയറികളിലാണ് ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. ചെറുപ്പത്തിൽ മികച്ച നാടക നടനാണ് കുഞ്ഞിരാമേട്ടൻ. മാത്രമല്ല നാട്ടിലെ വായനശാല ലൈബ്രറിയൻ, മികച്ച വോളിബോൾ കളിക്കാരനുമായിരുന്നു. പിന്നെയുമുണ്ട് കുഞ്ഞിരാമേട്ടന്റെ സവിശേഷത. ജീവിതത്തിൽ ഇന്നുവരെ ചെരുപ്പ്, വാച്ച് എന്നിവ ധരിക്കാറില്ല. അങ്ങനെ പലതും. അനുഭവ സമ്പത്ത് കൊണ്ട് പൊതുവിജ്ഞാനത്തിന്റെ നിറകുടമാണ് ഇദ്ദേഹം. ആദ്യ മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഇദ്ദേഹത്തിന് ഇന്നും മനപ്പാടും. EMSന്റെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ തൊട്ടുള്ള മന്ത്രിമാർ എഴുതുന്നുണ്ട്, അവരെ വകുപ്പ് മന്ത്രിസഭ. ആദ്യം 57 തൊട്ടിട്ടുള്ള മന്ത്രിസഭ, അതിലെ മുഖ്യമന്ത്രിമാരെ പേരെഴുതി വെക്കും. അത് ആരാണോ കൂടുതൽ ഭരിച്ചത്, കൂടുതൽ തവണ ഭരിച്ചത്, കൂടുതൽ ദിവസം ഭരിച്ചത്, തുടർച്ചയായിട്ട് ഭരിച്ച ആള്, കുറഞ്ഞ കാലം ഭരിച്ചത്, ഇതൊക്കെ എഴുതി വെക്കും. എല്ലാവരും എഴുതി വെക്കുന്നുണ്ട്. അത് ഇപ്പം ഉള്ള ഉമ്മൻചാണ്ടിയുടെ വരെ അത് പിന്നെ അതിൻ്റെ കാലാവധി എഴുതിയില്ല, മുഖ്യമന്ത്രിൻ്റെ എഴുതും. ആദ്യത്തെ മന്ത്രിസഭയിൽ M. ശങ്കരൻ നമ്പൂതിരിപ്പാട്, C. അച്യുതമേനോൻ, ജോസഫ് മുണ്ടശ്ശേരി, VR. കൃഷ്ണയ്യര്, KP. ഗോപാലൻ, AC. ജോർജ്, AR. മേനോൻ, TV. തോമസ്, KR. ഗൗരിയമ്മ, VK. ചാത്തൻ, TA. മജീദ് 11 പേരായിരുന്നു അന്നത്തെ 1957 ആദ്യത്തെ കേരളത്തിലെ EMS നേതൃത്വത്തിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾ. നാട്ടിലെ വായനശാല നടത്തിയ നേത്രദാന ക്യാമ്പിൽ തന്റെ മരണശേഷം നേത്രം ദാനം ചെയ്ത് സമ്മതപത്രം ചുമരിൽ തൂക്കി വച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഡയറി എഴുതിയതിനേക്കാൾ
വലിയ കാര്യമായാണ് നേത്രദാനത്തെ ഇദ്ദേഹം കാണുന്നത്. കൊയിലൂർ പ്രദേശത്തെ സാധാരണക്കാരിൽ അസാധാരണക്കാരനായ ഈ 69-കാരന്റെ ചരിത്രം കുറിച്ചുകൊണ്ടുള്ള യാത്ര ഇന്നും തുടരുകയാണ്. ഒരു ദേശത്തിന്റെ കഥ ഈ ഡയറികളിലൂടെ ഇനിയും വായിച്ചെടുക്കാൻ നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം.